പോവാം. ഒരുപാട് വളയ്ക്കാത്ത രീതിയിൽ നിങ്ങൾ നേരെ കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോകണം. എന്നാൽ ഇങ്ങനെ നേരെ കൊണ്ടുവന്നു ഇത് കണ്ട. എന്നിട്ട് വീണ്ടും അവിടെ തന്നെ നിർത്തി നമുക്ക് അങ്ങനെ മാത്രമേ എന്ത് ചെയ്യാം നിങ്ങൾ ആക്സിലേറ്റർ ചെറുതായിട്ട് കൊടുക്കാവൂ. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു ബാലൻസ് കിട്ടും. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഹാൻഡിൽ എത്രത്തോളം വളയ്ക്കണമെന്നുണ്ടെന്നും എത്രത്തോളം വളച്ചാലേ വണ്ടി വരുവുള്ളെന്നും വളയ്ക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ കിട്ടത്തുള്ളൂ. അല്ലാതെ നമുക്കൊരു പേടി തോന്നും അവിടെ ചെല്ലുമ്പോൾ ഹാൻഡിൽ ഒടിക്കണ്ടേ. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹാൻഡിൽ നമ്മൾ തിരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പം ഈ ഹാൻഡിൽ തിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഈ തിരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ, ഇങ്ങനെ തിരിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ ഈ ഹാൻഡിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ വീഡിയോ. പലരും വന്ന് കമന്റായിട്ട് വന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് എളുപ്പത്തിൽ എങ്ങനെ സ്കൂട്ടി ഓടിക്കാൻ പഠിക്കാം എന്നതിനെ പറ്റിയാണ്. ഇത് ഞാൻ പാർട്ട് 1, 2, 3 ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ ഒരു പാർട്ടായിട്ട് നിങ്ങൾ കണ്ടാൽ മാത്രമേ മനസ്സിലാകൂ. കാരണം വീഡിയോ ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ്. കാരണം ഒരു തുടക്കക്കാരന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. കാരണം വണ്ടി ഓടിക്കുന്നവർ ഇത് കാണണമെന്നില്ല. അപ്പൊ എന്തെല്ലാം കാരണം പേടിയാണ്. പലരുടെയും കയ്യിൽ ലൈസൻസും ഉണ്ട്, വണ്ടി വീട്ടിലുണ്ടായിട്ടും കയറി ഇരുന്ന് വണ്ടി എടുക്കാൻ ഒരു പേടി. മറിഞ്ഞു പോകുന്ന ഹാൻഡിൽ ബാലൻസ് കൃത്യമായിട്ട് കിട്ടുന്നില്ല, കറക്റ്റായിട്ട് കാലെടുത്ത് വെച്ച് വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആക്സിലേറ്റർ തന്നെ കൊടുക്കണം, പേടി. അപ്പൊ അങ്ങനെ ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ്. അതുകൊണ്ട് ഞാൻ ബേസ് താഴെ മുതലുള്ള കാര്യങ്ങൾ, ഒരു വണ്ടിയെ കയറി എടുക്കുന്നിടം വരെയുള്ള കാര്യങ്ങളും അങ്ങനെ 2, 3 പാർട്ടായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളത് സ്കൂട്ടി ഓടിക്കണമെന്ന് ആഗ്രഹമുള്ളവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പുതിയതായിട്ട് തുടങ്ങും. നിങ്ങൾ അതുവഴിയാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മൾ ഒരു വാഹനത്തിൽ ആദ്യമേ കയറിയിരുന്ന് എന്തെല്ലാം ചെയ്താണ് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് ഓരോ കാര്യങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതിപ്പം നമ്മളിപ്പം ഈ സൈഡ് സ്റ്റാൻഡ് എന്ന് പറയും കണ്ട. ഇതിപ്പം നമ്മളൊരു വണ്ടി സൈഡ് സ്റ്റാൻഡ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ സെൻട്രൽ സ്റ്റാൻഡിൽ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഒരു വാഹനം നിവർത്തിയതിനു ശേഷം ഇതാണ് സെൻട്രൽ സ്റ്റാൻഡ് ഇങ്ങനെ ചവിട്ടി ഈ ബായ്ക്ക് കണ്ടില്ലേ, ഈ ബായ്ക്ക് ഭാഗം ഈ ഒരു രീതിയിൽ ഇങ്ങനെ പൊക്കുക. ഇത് കണ്ട, ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഇതേ രീതിയിൽ നമുക്ക് വെക്കാം. അല്ലാതെ നമ്മൾ പിടിച്ച് വലിക്കുകയും അങ്ങനെ ഒന്നും വേണ്ട. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് കണ്ട, ഇപ്പൊ നമ്മൾ സെൻട്രൽ സ്റ്റാൻഡിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ ഈ ഒരു പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇവിടെ കണ്ടില്ല, ഈ വലത്തെ കൈ കൊണ്ട് നിങ്ങൾ മുകളിലോട്ടൊന്ന് പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ അതാണ് കണ്ട കൃത്യമായിട്ട് ഇങ്ങനെ ആകും. ഈ ഒരു സെൻട്രൽ സ്റ്റാൻഡ് ഇരിക്കും. ഈ സെൻട്രൽ സ്റ്റാൻഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഈ സെൻട്രൽ സ്റ്റാൻഡിൽ നിന്ന് പതുക്കെ എടുത്ത് വിടുക. എടുത്ത് വിടുമ്പോൾ നമ്മൾ പോകാതിരിക്കാൻ വേണ്ടി ബ്രേക്കോടെ പിടിക്കുക. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് എടുത്ത് വിടാം. നിങ്ങൾ എന്നിട്ട് ആദ്യമേ കയറി ഇരുന്ന ശേഷം ഞാൻ എന്ത് കണ്ടു, ഞാൻ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പൊ നിങ്ങളുടെ കാലുകൾ കണ്ട് ഈ ഒരു രീതി കണ്ട, ഈ ഒരു രീതിയിൽ ഇങ്ങനെ വേണം നിങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വല്ല ഒരു സൈഡായിട്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കരുത്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ 2 സൈഡ് ഒരേപോലെ ഇരിക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഹാൻഡിൽ പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, കയറ്റി പിടിക്കരുത്. അതേപോലെ തന്നെ ഇറക്കി പിടിക്കരുത്. ഈ കയറ്റാതെയും അതുപോലെ തന്നെ ഇറക്കാതെയും ഈ ഒരു സെൻട്രൽ വേണം പിടിക്കാൻ വേണ്ടിയിട്ട്. ഹാൻഡിൽ പിടിക്കുമ്പോൾ ഈ ഒരു സെൻട്രൽ വേണം പിടിക്കാൻ വേണ്ടില്ല. അതേപോലെ നമ്മുടെ ഹാൻഡിൽ ഈ ഒരു ലെവൽ നിങ്ങൾ ഇങ്ങനെ കയറ്റിയും പിടിക്കരുത്, അതുപോലെ തന്നെ ഇറക്കി ഇങ്ങനെ പിടിക്കരുത്. നമ്മൾ ഇറക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ആക്സിലേറ്റർ കൊടുക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ ബ്രേക്ക് പിടിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഈ ഒരു രീതി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈ കണ്ടതാണ് കറക്റ്റായിട്ട് നിവർത്തി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിലേക്കും കൈ വരും. കണ്ടാ, ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് അത് ഇങ്ങനെ ഇറങ്ങിയിരിക്കുവാണെങ്കിലോ നമുക്ക് ബ്രേക്കിലേക്ക് എത്തില്ല. അതുപോലെ തന്നെ കയറിപ്പോയാലോ നമുക്ക് ഈ ബ്രേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന സമയത്ത് കൂടിയൊക്കെ പോകും. അപ്പൊ ഈ ഒരു ലെവലിൽ തന്നെ ഈ ഒരു രീതി തന്നെ ഇരുന്നാൽ നമുക്ക് കൈ ഇങ്ങനെ ഇരിക്കാം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇറക്കിയും പിടിക്കണ്ട, കയറ്റി പിടിക്കാതെ ഈ ഒരു ലെവലിൽ പിടിച്ച് ഇങ്ങനെ വേണം നിങ്ങൾ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഇവിടെ ഓരോന്നും സ്റ്റാർട്ട് ആക്കി കാണിച്ചു തരാം. കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ 4 വീലിന്റെ കാര്യമാണ്. നിങ്ങൾക്ക് 4 വീലിന്റെ ലൈസൻസ് ഉണ്ട്, വാഹനം വീട്ടിലും ഉണ്ട്, തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പിന് ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് സർട്ടിഫിക്കറ്റ് വരുന്ന ദിവസം തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്നുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് പ്രാക്ടീസ് പോയാൽ പ്രായം കൊണ്ടാണ് നിർത്തിക്കുക. നമ്മുടെ ചുറ്റിൽ നോക്കിയാൽ തന്നെ 75 വയസ്സുള്ള അപ്പച്ചന്മാരും ഓടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം ഇട്ടുണ്ട് എന്തുകൊണ്ട് പേടിച്ചിരിക്കും? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജില്ല ഏതാണ്, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ ഞാൻ പ്രാക്ടീസ് നടത്തുന്നത്, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇത് കണ്ടോ, നമ്മളിവിടെ ഈ ബ്രേക്ക് പിടിക്കുക. ഈ ബ്രേക്ക് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ സ്വിച്ചായിട്ട് ഓൺ ആക്കുക. കേട്ടോ, ഓരോ സ്വിച്ചായിട്ട് ഓൺ ആക്കിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. നമുക്ക് ആ ലൈറ്റിന്റെ ഭാഗമല്ലല്ലോ മെയിനായിട്ട് അറിയേണ്ടത്, നമുക്ക് കൂടുതലായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്നതല്ലേ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ കണ്ടല്ലേ, അതിന് വേണ്ടി ഞാൻ ഈ റൈറ്റ് സൈഡിലോട്ടൊന്ന് ചരിച്ച് ചെറുതായിട്ട് റൈറ്റ് സൈഡിലോട്ട് ചരിച്ചുകൊണ്ട് ബ്രേക്കെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ ഹാൻഡിൽ മാറ്റി നേരെയാക്കി. കണ്ട, നേരെയാക്കിയതിന് ശേഷം ഞാൻ ഓരോ സ്വിച്ച് ഓൺ ആക്കി ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്.
ഇത് കണ്ട സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട, നിങ്ങൾ നോക്കിയേ. ഇത് കണ്ട, ഈ ഒരു രീതി വേണം ഇരിക്കാൻ. ഇത് കണ്ട, നിങ്ങൾ ഒരുപാട് ഇങ്ങനെ നിങ്ങൾ കയറി ഇരിക്കരുത്, അതുപോലെ ഇങ്ങനെ ഒരുപാട് ഇറങ്ങിയിരിക്കരുത്. നിങ്ങൾക്ക് ഈ കാല് രണ്ടും കൃത്യമായിട്ട് എത്തത്തക്ക പോലെ. നിങ്ങൾ ഒരുപാട് കയറി ഇരുന്നാലും നമുക്ക് എന്ത് ചെയ്യും, ഈ ഹാൻഡിൽ നമുക്ക് വെട്ടും, കൈ കിടന്ന് വെട്ടും. അപ്പൊ നമ്മൾ ഒരുപാട് നമ്മൾ ഇറങ്ങിയിരിക്കാതെ കൃത്യമായിട്ട് നമുക്ക് കാലുകൾ രണ്ട് എത്തത്തക്ക രീതിയിൽ ഇങ്ങനെ ഇരിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതുപോലുള്ള ഒരു പ്ലെയിനായ സ്ഥലങ്ങളിൽ ചെന്നിട്ട് നിങ്ങൾ പതിയെ ഇത് കണ്ടില്ല, നിങ്ങൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ആദ്യം ഇത് കണ്ട ഇങ്ങനെ ചെറിയൊരു ഇറക്കമാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം നമ്മൾ നിരപ്പത്തൂടെ നിങ്ങൾ ചെയ്യരുത്. നിരപ്പത്തൂടെ നമ്മൾ ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഹെൽമെറ്റ് ഒന്നും വെക്കാം. നിങ്ങൾ ഓർക്ക് ഇത് ഹെൽമെറ്റ് എന്നെ വെക്കാത്തെന്ന് ഓർക്കും. നമ്മൾ ഞാൻ കാണിച്ചിരുന്നോണ്ട് ഓടിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹെൽമെറ്റ് ഉണ്ട്. നിങ്ങൾ ഹെൽമെറ്റ് വെച്ചോണ്ട് വേണം ചെയ്യാൻ. കാരണം പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കുന്നവരാകുമ്പോൾ നിങ്ങൾ ഹെൽമെറ്റ് വെച്ചോണ്ട്. കാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ചെറിയൊരു ഇറക്കം കിട്ടുകയാണ്. നിങ്ങൾ രണ്ട് കാലും കുത്തി ഇങ്ങനെ വേണ്ട, നമ്മൾ രണ്ട് കാലും ഇങ്ങനെ കുത്തി നിൽക്കരുത്. ഇതാണ് ബലം കൊടുക്കാതെ, ആക്സിഡന്റ് നമ്മൾ ഈ ഹാൻഡിലെ ബലം കൊടുക്കാതെ ഇങ്ങനെ നിങ്ങൾ ആദ്യം ഒന്ന് നോക്കുക. വേണ്ട, ബലം കൊടുക്കാതെ നിങ്ങൾ എല്ലാവരും കൂടുതൽ കാലുമായിട്ട് ഏറ്റവും കൂടുതൽ ഈ പ്രയോഗിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റാതെ എടുക്കാൻ കഴിയാതെ വരുന്നത്. അപ്പോൾ നിങ്ങൾ കാലയിൽ ഒരുപാട് എന്ത് ചെയ്യരുത്, ബലം കൊടുക്കരുത്. കാലയിലും ബലം കൊടുത്ത് കൈക്കും ബലം കൊടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രയാസമായിട്ട് വരുന്നത്. ഇത് കണ്ട, ഇപ്പൊ ഇങ്ങനെ വണ്ടി ഇരിക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ചെയ്തുകൊണ്ട് തന്നെ കാണിക്കാം. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ബ്രേക്കിൽ നിന്ന് മാറി കളഞ്ഞത് കണ്ട, എന്നിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കണ്ട. അപ്പൊ നമുക്ക് ആ ഒരു ബാലൻ നമ്മുടെ കൈ തന്നെയാണ്. നമ്മൾ ബലം കൊടുക്കാതിരുന്നാൽ മതി. കണ്ടോ, ബലം കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ആ ഒരു ബാലൻസ് കിട്ടും. ഈ ബാലൻസ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും, ഒന്ന് അനക്കി നോക്കാം. അപ്പൊ നിങ്ങൾ ആദ്യമേ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു കാരണവശാലും തിരിക്കാതെ കണ്ട, നിങ്ങൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു, നമ്മൾ സ്ട്രെയിറ്റ് ആണ് എന്ത് ചെയ്യണം, നമ്മൾ ഹാൻഡിൽ ബാൽ കൊടുക്കാതെ ഇങ്ങനെ രണ്ട് കാലം നിങ്ങൾ മുകളിലോട്ട് തന്നെ കുത്താതെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അധികം ആസായിട്ട് കൊടുക്കാതെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുക. എന്നിട്ട് അവിടെ നിർത്തിയതിനു ശേഷം വീണ്ടും നിങ്ങൾ എന്തെങ്കിലും കാല് കുത്തിക്കിടന്നതിന് ഇങ്ങനെ തിരിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് പിന്നെ നേരെ പോവാം. ഒരുപാട് വളയ്ക്കാത്ത രീതിയിൽ നിങ്ങൾ നേരെ കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോകണം. എന്നിട്ട് ഇങ്ങനെ നേരെ കൊണ്ടുവന്നു കണ്ട, എന്നിട്ട് വീണ്ടും അവിടെ തന്നെ നിർത്തി നമുക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി കണ്ടത് കണ്ട, ഇങ്ങനെ തിരിച്ച് കാലം കൊണ്ട് തന്നെ എന്നിട്ട് നേരെ പോകണമെന്നുണ്ടെങ്കിൽ നേരെ ആക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുക, നിങ്ങൾ ആക്സിലേറ്റർ ചെറുതായിട്ട് കൊടുക്കാവൂ. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു ബാലൻസ് കിട്ടും. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഹാൻഡിൽ എത്രത്തോളം വളയ്ക്കണമെന്നുണ്ടെന്നും എത്രത്തോളം വളച്ചാലേ വണ്ടി വരുവുള്ളെന്നും വളയ്ക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ കിട്ടത്തുള്ളൂ. കാരണം നമുക്കല്ലാതെ നമുക്കൊരു പേടി തോന്നും അവിടെ ചെല്ലുമ്പോൾ ഹാൻഡിൽ ഒടിക്കണ്ടേ. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ ഹാൻഡിൽ നമ്മൾ തിരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പം ഈ ഹാൻഡിൽ തിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഈ തിരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഇതുണ്ട, ഇങ്ങനെ തിരിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ ഈ ഹാൻഡിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വണ്ടി റോഡിൽ ഓടിക്കുമ്പോഴോ നമ്മളിങ്ങനെ ചെറിയൊരു ടച്ചിങ് മാത്രമേ ഉള്ളൂ. കേട്ടോ, ചെറിയ ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. വണ്ടി തന്നെ ഓട്ടോമാറ്റിക്. ഇപ്പൊ ഈ ഓടിക്കുന്നവർ ഇത് കാണുന്നുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചാൽ നമ്മളധികം തിരിക്കുന്നേ ഇല്ല. അപ്പൊ നമ്മൾ ചെറിയ ടച്ചിങ് ആണ്. ഇപ്പൊ നമ്മൾ കാറിന്റെ ഒക്കെ ആകുമ്പോഴും സ്റ്റിയറിംഗ് അതുപോലെ നമ്മൾ ഒരുപാട് ഓടിക്കുന്നില്ല. നമുക്ക് അല്ല വണ്ടി തിരിക്കാൻ നേരം മാത്രമേ ഉള്ളൂ കൂടുതലായിട്ട് നമ്മൾ സ്റ്റിയറിംഗ് കൂടുതലായിട്ടും ഓടിക്കുന്നത്. റോഡിൽ കൂടെ പോകുമ്പോൾ ചെറിയ ടച്ച് കൊടുത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഓടിക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ആദ്യം ഒരു ബാലൻസ് എടുക്കുക. അന്നേരം തന്നെ നമുക്ക് ആ പേടി എന്ത് ചെയ്യും, കോൺഫിഡൻസ് കിട്ടും. എന്റെ കൈ വണ്ടി നിൽക്കുന്നുണ്ടല്ലോ. നമ്മൾ വെറുതെ ഹാൻഡിലെ ബലം കൊടുത്തോണ്ടിരുന്നാൽ കൃത്യമായിട്ട് കിട്ടില്ലല്ലോ. നമുക്ക് കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി.